മലയാളികളുടെ പ്രിയപ്പെട്ട ഹാസ്യതാരമായിരുന്നു കൊല്ലം സുധി. നിരവധി സ്റ്റേജ് ഷോകളിലൂടെയും റിയാലിറ്റി ഷോകളിലൂടെയും ചെറിയ സിനിമകളിലൂടെയും ഒക്കെ തിളങ്ങി നിന്ന താരം കൂടിയായിരുന്നു അദ്ദേഹം. എന്നാൽ അപ്രതീക്ഷിതമായി 2 വർഷം മുൻപുണ്ടായ ഒരു വാഹനാപകടത്തിൽ കൊല്ലം സുധി മരണപ്പെടുകയായിരുന്നു. ഇതിന് പിന്നാലെ നടനെ സ്നേഹിക്കുന്ന ഒട്ടേറെ പേർ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആശ്വാസവുമായി രംഗത്ത് വന്നിരുന്നു. ഈ സമയത്താണ് കൊല്ലം സുധിയുടെ ഭാര്യ രേണുവിന് കൂടുതൽ മാധ്യമ ശ്രദ്ധ കിട്ടാൻ തുടങ്ങിയത്. സുധിയുടെ കുടുംബത്തിന് സുമനസുകൾ ചേർന്ന് വീടുൾപ്പെടെ ഇതിനിടെ വെച്ച് നൽകിയിരുന്നു. പിന്നാലെ റീൽ വീഡിയോകളുമായി രേണു രംഗത്ത് വന്നിരുന്നു. തനിക്ക് ജീവിക്കണമെന്ന്, അതിനാലാണ് റീലുകൾ ചെയ്യുന്നതുമെന്നായിരുന്നു രേണു പറഞ്ഞത്. തുടർന്ന് ഒട്ടേറെ സൈബർ അധിക്ഷേപങ്ങൾക്ക് അവർ വിധേയയാവുകയും ചെയ്തു. എന്നാൽ അടുത്തിടെ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി കൂടിയായ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം ചെയ്ത റൊമാന്റിക് റീൽ വീഡിയോ വലിയ വിമർശനങ്ങളാണ് വിളിച്ചു വരുത്തിയത്. ഇരുവരും കടൽ തീരത്ത് കെട്ടിപ്പൊടുന്ന ചാന്ത് കുടഞ്ഞൊരു സൂര്യന്മാനത്ത് എന്ന ദിലീപ് ചിത്രത്തിലെ ഗാനരംഗമാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ലക്ഷക്കണക്കിന് പേരാണ് ഈ വീഡിയോ പങ്കുവച്ചത്. അതിൽ നിരവധി നെഗറ്റീവ് കമന്റുകളും ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് ദാസേട്ടൻ കോഴിക്കോട് ഇപ്പോൾ. ഞാനും ഇപ്പോൾ എയറിലാണ്. ഞാനും ഇതിനു മുൻപൊക്കെ വളരെയേറെ വൈറലായ ഒരു മനുഷ്യനാണ്. എനിക്കിത് ആദ്യത്തെ അനുഭവമൊന്നുമല്ല. എന്റെ ഒരുപാട് റീലുകളുടെ കൂട്ടത്തിൽ ഒന്നു മാത്രമായിരുന്നു ഇത്. അത്രയേ ഞാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. രേണു എന്റെ പേരായി വന്നുകൊണ്ടാവാം ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടായെന്നാണ് എന്റെ വിശ്വാസം. വിവാദങ്ങളുടെ വഴിക്ക് പോട്ടെ, നമ്മൾ റീൽസും ഒക്കെ ആയിട്ട് മുൻപോട്ട് പോകും. മോശപ്പെട്ട കമന്റുകൾ കേട്ട ഒരാളാണ് ഞാൻ. രേണുവാകട്ടെ ഒട്ടേറെ സൈബർ ആക്രമണങ്ങൾക്ക് വിധേയയായിരുന്നു. അവരും ഈ വിവാദങ്ങളെ പാടെ തള്ളിയിരുന്നു. നേരത്തെ പരിചയക്കാരിയായിരുന്നു ഞാനും രേണുവും. ഒരു റീൽസ് എടുക്കണമെന്ന് രേണു പറഞ്ഞപ്പോൾ ഞാനും ഓക്കെ പറയുകയായിരുന്നു. റൊമാന്റിക് റീൽ എടുത്തതേ ഉള്ളൂ. വിവാദത്തിന് വേണ്ടി ഈ പാട്ട് മനഃപൂർവ്വം തിരഞ്ഞെടുത്തതല്ല. ഇനിയും റീൽസ് വീഡിയോ വരാനുണ്ട്. അതൊരു ഡാൻസ് വീഡിയോ ആണ്. രേണുവിനൊപ്പം തന്നെ വൈപ്പിൻ ബീച്ചിൽ വെച്ചാണ് വീഡിയോ ചിത്രീകരിച്ചത്. ഇൻസ്റ്റഗ്രാമിൽ ഏകദേശം 4.5 മില്യൺ ആളുകൾ ഇത് കണ്ടു കഴിഞ്ഞു. രേണുവിനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഭർത്താവ് മരിച്ചാൽ ഭാര്യ ഒതുങ്ങി കൂടി ജീവിക്കണമല്ലേ? സതി അനുഷ്ഠിക്കാനൊന്നും പറയാത്തത് ഭാഗ്യം. ഭർത്താവ് മരിച്ചാൽ ആ ചിതയിൽ ഭാര്യ ചാടിച്ചാവണമെന്ന് പറയുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ഇത് പക്ഷേ 2025 ഇത് ജീവിക്കുന്നവരുടെ കാലഘട്ടമാണ്. ഇതുപോലെ പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.